ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിൽ ബാന ഹിൽസിലാണ്. നമ്മൾ കേബിൾ കാറിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്വൻറ്റീസുകളിൽ എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റണ പോലെ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ട്വൻറ്റീസുകളിൽ മാത്രം ഇറ്റ് സ്റ്റാർട്ടഡ് എന്താ പറയുക, ജോലി കിട്ടി സെറ്റിലായതിൻ്റെ ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ എനിക്കൊരു ഭയങ്കര ക്രേസായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ, ചില അഡിക്ഷനുകൾ അല്ലെങ്കിൽ നമ്മൾ ചില സാധനത്തിനോട് അഡിക്റ്റ് ആയിട്ട് പോകും. ഒരു ലഹരി പോലെയാണ് എനിക്കിപ്പോൾ ട്രാവലിങ്. പണ്ടൊക്കെ എനിക്ക് എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും. പണ്ടാരൊന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നാണ് വിചാരിക്കാറ്. പക്ഷെ ഇപ്പം ഞാൻ തിങ്ക് ചെയ്തത്, മരിക്കുന്നതിന് മുന്നേ എനിക്ക് ഇവിടെയൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളൊരു അങ്ങനെ ഒരു സാധനത്തിലോട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. ഞാൻ ഒരിക്കലും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണ് ജോലി കിട്ടിയത്. അതിൽ ഇപ്പം 5 വർഷങ്ങളായി. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ലൈഫാണ്. ബട്ട് അതിൽ ഞാൻ എന്ത് ഹാപ്പിനെസ് കണ്ടുപിടിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് സ്റ്റാർട്ടഡ് ട്രാവലിംഗ് എന്ന് പറഞ്ഞത് റിയലി ഇറ്റ്സ് എ ഡ്രഗ്. നമ്മൾ അതിനൊരു ഭയങ്കര പ്രത്യേകതയാണ്. ഇപ്പം ഞാൻ 5-6 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ഇന്ത്യയിൽ നിന്ന്. ഇവിടെ വിയറ്റ്നാം എത്തി, ഇവിടെ ബാന ഹിൽസിൽ വന്നു. അപ്പോൾ നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജിലോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഗോൾഡൻ ബ്രിഡ്ജ്. യെസ്. അപ്പോൾ ഇവിടെ കേബിൾ കാറിൽ ഒറ്റയ്ക്ക് ഇരിക്കണം. ഈ കേബിൾ കാർ കുറച്ച് പേടിയുണ്ടോ ചോദിച്ചത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചേഞ്ച് ചെയ്യും. ആ സമയത്ത് വൈബ്രേഷൻ വരുമ്പോൾ എനിക്ക് ഇച്ചിരി പേടിയാണ്. അതല്ലാതെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതെല്ലാം ഓർക്കം ചെയ്ത് എൻജോയ്. എനിക്ക് പേടിയാണെങ്കിലും ഞാൻ അതിൽ കയറി ഇരിക്കുന്നുണ്ട്. സൂപ്പർ, എന്താ പറയുക, ഇറ്റ്സ് അമേസിങ്. കാണാൻ പറ്റുന്നുണ്ടോ? കേബിൾ കാറിൽ ഞാൻ ഒറ്റയ്ക്കുള്ള. ഞാൻ ചോദിക്കാം, എലോണായി ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും തോന്നാറുണ്ടോ എന്നൊക്കെ. ഒന്നുമില്ല. എനിക്ക് ആക്ച്വലി ഞാനത് ഇഷ്ടപ്പെടുന്നുണ്ട്. വേറൊരു ലൈഫ്. ഐ ആം ഇൻ ലവ് വിത്ത് ദാറ്റ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. യാ, ഓക്കെ ദെൻ സീ ഗൈസ്. എല്ലാവരും ലൈഫിലൊരു സോളോ ഡ്രൈവ് ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലും ഒരു ഇൻ്റർനാഷണലൊക്കെ പോകാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇൻ്റർനാഷണൽ സോളോ അടിക്കണമെന്നുള്ളത്. ഇതൊരു സോളോ അല്ല, ബട്ട് ഇറ്റ്സ് നോട്ട് ഫുള്ളി ഗ്രൂപ്പ് ഓൾസോ. ഒരു മിക്സ്ഡ് കൈൻഡ് ഓഫ് ട്രാവലിംഗ് ആണ്. എനിവേ, ഈ ഒരു ട്രിപ്പ് എക്സ്പ്ലോറിംഗ് തരാൻ സോളോ. 빛이 들어갔으면 잘 안 보여.